സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതം പരിശോധിച്ചു കഴിഞ്ഞാൽ ഇത്രയധികം ഫങ്ഷനാലിറ്റിയുള്ള, ഇത്രയധികം പ്രാക്ടിക്കാലിറ്റിയുള്ള ഒരു പ്രവാചകൻ ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് നമ്മൾ വല്ലാണ്ട് നിഷ്പക്ഷമായി ചിന്തിക്കേണ്ടതാണ്. അതുകൊണ്ടാണല്ലോ മൈക്കിൾ എച്ച് ഹാർട്ടിനെ പോലുള്ള റസൂലുള്ളാഹിയോടോ ഇസ്ലാമിനോടോ യാതൊരു വിധത്തിലുള്ള സോഫ്റ്റ് കോർണർ അല്ലെങ്കിൽ ആനുകൂല്യവും ഇല്ലാത്ത ഒരു ചരിത്രകാരൻ, അമേരിക്കൻ ചരിത്രകാരൻ, വെറുതെ ഒരു പുസ്തകം എഴുതാൻ തീരുമാനിച്ചു. ഭൂമി ഉണ്ടായത് മുതൽ, മാനവ ചരിത്രം ഉണ്ടായത് മുതൽ ഇന്നുവരേക്കുമുള്ള മനുഷ്യരെ സ്വാധീനിച്ച 100 പേരുടെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കണം. 100 പേരുകൾ അതിലുണ്ടാവണം, 100 വ്യക്തിത്വങ്ങൾ. ആ 100 വ്യക്തിത്വങ്ങളെ അദ്ദേഹം കണ്ടെത്തിയപ്പോ ഇതിൽ ആരെയായിരിക്കണം ആദ്യം പ്രതിഷ്ഠിക്കേണ്ടത്, ആരെക്കുറിച്ചാണ് ആദ്യം പ്രതിഷ്ഠിക്കേണ്ടത്, ആരെയാണ് ആദ്യം അവതരിപ്പിക്കേണ്ടത്? അദ്ദേഹത്തിന് ഒട്ടും താല്പര്യമില്ലാഞ്ഞിട്ട് പോലും അദ്ദേഹം ഒന്നാമതായി വെച്ചത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയാണ്. ആ താഹ റസൂലിനെയാണ് ആദ്യമായി വെച്ചിട്ടുള്ളത്. അതിനുശേഷമാണ് മറ്റു പലവരും കടന്നു വരുന്നത്. എന്തായിരുന്നു അതിന്റെ കാരണമെന്ന വിമർശന ലോകം അദ്ദേഹത്തോട് ചോദിക്കേണ്ടായി. വിമർശനങ്ങൾ വരുമല്ലോ എന്തായാലും. ഒരുപക്ഷെ അദ്ദേഹത്തെക്കാൾ എത്രയോ കാര്യങ്ങൾ പറഞ്ഞ മറ്റവരുണ്ടാവും എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ വന്നു. പക്ഷെ അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു, എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല ഞാൻ അങ്ങനെ 1-ാം സ്ഥാനം കൊടുത്തത്. പിന്നെന്താ, ഒരാളുടെ ജീവിതത്തിൽ അദ്ദേഹം ഉണ്ടാക്കിയെടുത്തു എന്ന് പറയപ്പെടുന്ന ആത്മീയ ലോകവും അല്ലെങ്കിൽ ആത്മീയ സംവിധാനം, അതേപോലെ തന്നെ ബൗദ്ധിക സംവിധാനവും സെക്കുലർ സംവിധാനവും ഒരുപോലെ വിജയം വരിപ്പിച്ചതിന് ശേഷമാണ്, ഒരുപോലെ അതിന്റെ ഫങ്ഷനാലിറ്റി, അതിന്റെ ഫങ്ഷനിങ് കണ്ടതിന് ശേഷമാണ് ആ പ്രവാചകൻ ഈ ഭൂമിയിൽ നിന്ന് വഫാത്തായി പോയത്. അദ്ദേഹം മരിക്കുന്ന സമയത്ത് ആ ദിവസങ്ങളിൽ ഒരുപക്ഷെ അദ്ദേഹത്തിന് നമസ്കരിക്കാൻ വേണ്ടി മദീന പള്ളിയുടെ ഉള്ളിലേക്ക് പോകാൻ സാധിച്ചിട്ടില്ല എന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത്. എന്നാൽ ഒരു ജനൽ തുറന്നിട്ടാൽ ആ ജാലകത്തിലൂടെ അവിടെ നടക്കുന്നത് മുഴുവൻ അദ്ദേഹത്തിന് കാണാം. താൻ ആഗ്രഹിച്ച രീതിയിൽ, താൻ ആഗ്രഹിച്ചതിനേക്കാൾ അച്ചടക്കത്തോടുകൂടി എത്രയോ ലക്ഷക്കണക്കിന് ആളുകൾ ആ സമയമാകുമ്പോഴേക്കും, അല്ലെങ്കിൽ ആ പള്ളി നിറയെ ആളുകൾ താൻ പറഞ്ഞതിനേക്കാൾ നന്നായി ആരാധന അനുഷ്ഠാനങ്ങളിലും മറ്റ് ആത്മീയ പ്രക്രിയകളിലും ഏർപ്പെടുന്നത് കണ്ട്, അതിന്റെ ഇൻസ്പെക്ഷനായി കണ്ട്, ഇൻസ്പെക്ട് ചെയ്ത് അതിനൊക്കെ പറഞ്ഞ് ക്വാളിറ്റി ടെസ്റ്റ് കൊടുത്തിട്ടാണ് റസൂലുള്ളാഹി ഈ ലോകത്തിൽ നിന്ന് വഫാത്തായി പോയത്, അതായത് മരിച്ചു പോയത്, മറപ്പെട്ടു പോയത്. അങ്ങനെ പല പ്രവാചകന്മാരുടെയും ജീവിതത്തിൽ അനുയായികൾ പറഞ്ഞതുപോലെയൊന്നും അനുസരിച്ച് കണ്ടിട്ടൊന്നുമല്ല പലരും വിട വാങ്ങിയിട്ടുള്ളത്. ആത്മീയ ലോകമെന്ന് മാത്രമാണോ? ആ സമയമായപ്പോഴേക്കും ഒരു സുൽത്താനായി, ഒരു ചക്രവർത്തിയായി ആ മക്ക രാജ്യത്തിന്റെ രാജാവായി നിന്നുകൊണ്ട് പൊളിറ്റിക്കൽ കാര്യങ്ങളും രാഷ്ട്രീയപരമായ തീരുമാനങ്ങളും കരാളുകളും എത്ര മാതൃകകളാണ്. അതൊക്കെ കൃത്യമായി അനുഷ്ഠിപ്പിച്ചും എതിരാളികളുടെ വാക്കിൽ നിന്ന് പോലും ആദരവ് പിടിച്ചുപറ്റിയിട്ട് എതിർക്കാൻ വന്നവരെ സഖാക്കളാക്കി, സ്വന്തം സുഹൃത്തുക്കളാക്കി, സഹാബത്താക്കി മാറ്റുന്ന കാഴ്ചയാണ് നമ്മൾ ഓരോ സ്ഥലത്തും കാണുന്നത്.